ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരോടും പറഞ്ഞതല്ലേ 5 കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മളെ പുതിയ കാർസില്ലേ, നമ്മളെ പുതിയ 5 കാർസ് ന്യൂ ആയിട്ട് വന്ന 5 കാർസില്ലേ, അപ്പോൾ അത് മേടിക്കും ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾ BMW മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ BMW മേടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മേടിച്ച കാറ് വെച്ചാൽ ക്യാരവാൻ മേടിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. അപ്പം അതിൻ്റെ കൂടെ മേടിച്ച കാറ് വെച്ചാൽ പിന്നെ മറ്റേ നമ്മളെ ട്രക്കില്ലേ, ആ ട്രക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മസ്താങ്ങിൻ്റെ ന്യൂ മോഡലും അതും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ ബാക്കിയുള്ളതിൽ ഒരു കാറ് നമ്മളെ കയ്യിലില്ല. നമ്മളിനി മേടിക്കാൻ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മൾ ആ കാർ നമ്മളെ ഇല്ല. അപ്പം എന്തായാലും നമ്മളെ കാർസ് ഈ BMW കാറ് അത്യാവശ്യം ലുക്ക് തന്നെ കേട്ടോ ഗൈസ്. അപ്പം നമ്മളതിൽ പെയിൻറ്റും പിന്നെ റൂഫ് ബോക്സൊക്കെ വെച്ച് ഇൻറ്റീരിയറാണ്, സീനുമാണ്. പിന്നെ അതിൻ്റെ ബോണറ്റിൽ ഈ കാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ബോണറ്റിൽ നല്ല സ്പേസ് ഉണ്ട് ഗൈസ്. ബോണറ്റ് ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നല്ല അടിപൊളി വർക്ക് തന്നെ അതിൻ്റെ ബോണറ്റല്ല, ഡിക്കിൻ്റെ ബാക്കിലത്തെ ഡിക്കിൽ നല്ല സ്പേസ് ഉണ്ട്. ബോണറ്റിൻ്റെ അവിടെയാണ് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് എൻജിൻ്റെ. ഗൈസ്, ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് നമ്മളെ വണ്ടി സീനാണ് ഗൈസ്. പിന്നെ ഇതിൻ്റെ കളറൊക്കെ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ സ്റ്റിക്കേഴ്സും ഓരോ കളറൊക്കെ ഇടുന്ന പോസ്റ്റൊക്കെ ചിലത് കാണാൻ കഴിയും. അപ്പം അങ്ങനെ നമ്മൾ വെറുതെ ഈ ഗ്രീൻ കളർ ഇട്ട് നോക്കിയത്. അപ്പം കളറ് അത്യാവശ്യം അടിപൊളി ഉണ്ട് കേട്ടോ ഗൈസ് ഇത്. പിന്നെ ഗൈസ്, നമ്മളെ മറ്റേ കാർ എവിടെ വെച്ചാൽ നമ്മളെ ഇനി മസ്താങ് GT ഉണ്ട്. മസ്താങ്ങിൻ്റെ ന്യൂ മോഡൽ കാറ് നമ്മളെ ഫ്രണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വണ്ടിയും കൊണ്ട് നമ്മൾ വെറുതെ കറങ്ങാനൊക്കെ വന്ന്. ഇപ്പോൾ ഈ വണ്ടി എന്തായാലും അത്യാവശ്യം അടിപൊളി കാറുണ്ട്. ഇനി അതിനുശേഷം പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളെ ഈ മാപ്പിൽ വേൾഡ് മാപ്പിൽ കുറേ പുതിയ സ്ഥലങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വേറൊരു വീഡിയോയിൽ ഞാൻ അത് കാണിക്കുന്നതായിരിക്കും. അത് കാണിക്കാൻ വേണ്ടി നിങ്ങളൊരു 5 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഗൈസ്, നമ്മളെ മാപ്പിലെടുത്ത് നമ്മൾക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോവാട്ടോ ഗൈസ്. വീട്ടിൽ പോയി വണ്ടി അവിടെ സൈഡാക്കിയിട്ട് അപ്പോഴത്തേനും അവിടെ എത്തുന്നൊക്കെ പറഞ്ഞത്. നമ്മളെ വച്ചാനിപ്പോൾ എത്തിക്കൊണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ പോയി നോക്കാം. മച്ചാൻ അവിടെ വണ്ടി നിർത്തിച്ചിട്ടുണ്ടോ? ഇവിടെ വണ്ടി നിർത്തിച്ചിട്ടില്ലല്ലോ ഗൈസ്. അപ്പം മച്ചാൻ ഇപ്പോൾ വരുന്ന തോന്നുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ ഫോണും ഇല്ല ഗൈസ്, ഫോണിൽ ചാർജില്ല. അതാണ് ഇനി പ്രശ്നം. എന്തായാലും ഇപ്പം നമുക്ക് വണ്ടി ഏതായാലും ഇവിടെ പാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് വീടിൻ്റെ അകത്ത് കയറിക്കാം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങി വരാം. അപ്പോൾ മച്ചാൻ എന്തായാലും പറഞ്ഞത്, മച്ചാനോട് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമ്മളെ ആ ന്യൂ മസ്താങ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് എൻ്റെ BMW കൊണ്ടുപോയിക്കോന്ന് ഞാൻ പറഞ്ഞത് മച്ചാനോട്. എന്തായാലും നമുക്ക് വീടിൻ്റെ അകത്ത് കയറാം. എന്തായാലും നമുക്ക് പിന്നെ ഗായ്സ്, ഞാൻ വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് മുഴുവനും 3 വീടാണ് ഉള്ളത്. അപ്പോൾ 3 വീട്, അതിൽ 3 വീടും പിന്നെ 4ാമത്തെ ഒരു ഒറിജിനൽ മണീൻ്റെ വീടുണ്ട്. അത് നമുക്ക് എന്തായാലും വാങ്ങണം. അപ്പോൾ ഗായ്സ്, നമ്മളെ മച്ചാൻ കൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു 10 മിനിറ്റിന് ശേഷം ഇപ്പോൾ ഇറങ്ങി വരുന്നത്. അപ്പം ഒന്ന് സ്കിപ്പ് ചെയ്താണ് വീഡിയോ. അപ്പം മച്ചാൻ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് വിളിച്ചാ. സീൻ ഗൈസ്, നമ്മളെ വണ്ടിയാണ്. അപ്പോൾ ഈ മച്ചാൻ്റെ കയ്യിലായിരുന്നു ഇതുവരെ വണ്ടി. നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി സെറ്റാക്കണം. ഇനി പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കണം. എന്തായാലും ഈ വണ്ടിയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ മച്ചാൻ അത്യാവശ്യം സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഇനി നമുക്ക് സെറ്റാക്കാൻ കൊടുക്കണം. മച്ചാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് മച്ചാൻ കുറച്ച് സെറ്റാക്കി. അപ്പം എനിക്ക് ഈ ഒരു സ്പോയിലർ അത്ര ഇഷ്ടപ്പെട്ടില്ല. തായൽ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമല്ലേ ഗൈസ്. മുമ്പ് നിന്നൊക്കെ കാണുമ്പോൾ അടിപൊളിയാണെന്ന് തോന്നുന്നു, പക്ഷെ ബാക്കിൽ നിന്നൊക്കെ ഒരു സുഖമല്ല. എന്തായാലും നമുക്ക് മച്ചാനെ കൊടുക്കണം. മച്ചാന് ടൈമില്ലാത്തതുകൊണ്ടാണ് മച്ചാൻ സെറ്റാക്കാത്തത്. പിന്നെ ബോണറ്റൊക്കെ സീനാണല്ലോ. എന്തായാലും നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഈ വണ്ടീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ വണ്ടീൻ്റെ ലുക്കാണ് ഗൈസ്. ഇതിൻ്റെ മുമ്പ് ഭാഗത്ത് ആ ഹെഡ്ലൈറ്റൊക്കെ കണ്ടില്ല ഗൈസ്. ലുക്ക് തന്നെ, വണ്ടി സീൻ തന്നെ. പിന്നെ ഇതിന് മോഡിഫൈഡ് ചെയ്ത് എൻജിനൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നല്ല പൈസ ഇറക്കണം. എന്തായാലും സെറ്റാക്കി കഴിഞ്ഞാൽ നല്ല സ്പീഡ് ഉണ്ട് ഈ വണ്ടിയിൽ. അതിനനുസരിച്ചുള്ള സ്പോയിലറൊക്കെ അതിൽ വെച്ചത് തന്നെ.
പിന്നെ ഗൈസ് എനിക്ക് വേറെ കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും മാക്സിമം സബ് ചെയ്യാൻ നോക്കിട്ടോ ഗൈസ്. എല്ലാവരും മാക്സിമം സബ് ചെയ്യാൻ നോക്കുക ഗൈസ്. എന്താ വെച്ചാൽ നമ്മളെ സബ്ബൊക്കെ ഒന്ന് കൂടണം. നമുക്ക് സബ്ബൊക്കെ കുറച്ച് കൂടുതൽ കിട്ടണം, എന്നാലല്ലേ നമുക്ക് ലൈവൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് 41 സബ്ബേ ഉള്ളൂ എനിക്ക്. എല്ലാവരും മാക്സിമം സബ് ചെയ്യാൻ നോക്കട്ടോ പ്ലീസ്. എല്ലാവരും സബ് ചെയ്യാൻ നോക്കും. പിന്നെ ലൈക്കും ചെയ്യണേ. ഈ ഒരു വീഡിയോ ഒരു 5 ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ നമ്മളെ പുതിയ സ്ഥലങ്ങൾ, പുതിയ ന്യൂ പ്ലേസ് ഇറങ്ങിയണല്ലോ, അപ്പോൾ അതൊക്കെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഈ മസ്താങ് എന്തായാലും സീനാണ് ഗൈസ്. പിന്നെ ഈ മസ്താങ്ങിന് ഇനിയും മോഡിഫൈഡ് ചെയ്ത് സെറ്റാക്കാൻ പറ്റും. കുറേ പാർട്ടൊക്കെ മോഡിഫൈഡ് ചെയ്യാൻ പറ്റും. കുറേ പാർട്ടുകൾ മോഡിഫൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ഇതിൽ ഈ മസ്താങ്ങിന് കുറേ പ്രത്യേകമുണ്ട്. ഇതിൽ കുറേ പാർട്ട് അയച്ച് വെക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവിടെ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അടുത്ത വണ്ടി ഇപ്പോൾ വെച്ചാൽ കൊണ്ടുവന്ന് വരുന്ന പറഞ്ഞത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യാം ഗൈസ്. എന്താ വെച്ചാൽ ടൈം അത്ര ഇപ്പം തന്നെ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ടൈം അങ്ങനെ ഇതാക്കണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മളെ മച്ചാൻ അവിടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വണ്ടീൻ്റെ കളറ് ഒക്കെ മച്ചാൻ ഇപ്പം ഉള്ള വെച്ച് ചെയ്ത് വരികയാണ്. ഇപ്പം പെട്ടെന്ന് കൂടി കൊണ്ടുവന്നതിൽ ഇപ്പോൾ സ്റ്റിക്കർ വർക്കൊന്നും ചെയ്തിട്ടില്ല. വണ്ടി പക്ക ക്ലിയർ ആയിട്ട് നേരെ ബൈ ചെയ്ത് നേരെ കൊണ്ടുവന്നതാണ് ഗൈസ്. നമുക്കിനി ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ പെയിൻ്റ് കളർ അടിക്കണം, പിന്നെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഈ വണ്ടീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ന്യൂ ട്രക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് നല്ല ഹൈറ്റും വെൽപ്പൊക്കെ ഉണ്ട് ഗൈസ്. അതായത് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്, നല്ല ഹൈറ്റും വെൽപ്പൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് നമുക്ക് വേറെ കാര്യം എന്താ വെച്ചാൽ നിങ്ങളൊരു 10 ലൈക്ക് അടിക്കുക. ഒരു 10 ലൈക്ക് ഉണ്ടെങ്കിൽ അത് എന്തിനാ പറഞ്ഞ വെച്ചാൽ നമ്മളെ മച്ചാനില്ലേ, നമ്മളെ ഈ സ്റ്റിക്കറൊക്കെ ചെയ്ത് തരുന്ന മച്ചാനെ നമുക്കൊരു കാറ് കൊടുക്കണം. അപ്പോൾ ഏത് കാറാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഒരു മാക്സിമം ഒരു 5 കമൻറ്റൊക്കെ ചെയ്യട്ടോ ആൾക്കാർ. എല്ലാവരും ഒന്ന് ചെയ്യാൻ നോക്കും. മാക്സിമം ഇപ്പം തന്നെ പോയി ചെയ്യാൻ നോക്കിട്ടോ ഗൈസ്. പിന്നെ നമ്മൾക്ക് ഒരു 5 കമൻറ്റൊക്കെ ചെയ്യും. എന്നിട്ട് ഏത് കാറെ കൊടുക്കണ്ടേ നിങ്ങൾ പറയും. എന്നിട്ട് അത് നമുക്ക് കൊടുക്കാം. മച്ചാന് എന്തായാലും നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കണം. സ്റ്റിക്കറൊക്കെ ചെയ്ത് സെറ്റാക്കി തരുന്ന മച്ചാനല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും കൊടുക്കണം. പിന്നെ ഗൈസ് ഈ വണ്ടി സീനാണ് ഗൈസ്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഇപ്പം ഗൈസ് എനിക്ക് ഇപ്പം ഞാൻ 1 റുപ്യക്ക് കൊടുക്കും. ആരാ വന്ന് വാങ്ങണേ നോക്കാം. ഇപ്പം ഞാൻ 1 റുപ്യക്ക് കൊടുക്കണം ആയിക്കോട്ടെ. നിങ്ങൾ ചീത്തൊന്നും പറയരുത്. എന്താ വെച്ചാൽ ഇത് മൾട്ടിപ്ലെയർ അല്ലല്ലോ, സിംഗിൾ പ്ലെയർ അല്ലേ. ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഇപ്പം 1 റുപ്യക്ക് ഞാൻ കൊടുക്കണം തന്നെ ഗൈസ്. ആ ഒരു ധൈര്യം ഉണ്ടാവുന്നുണ്ട് 1 റുപ്യക്ക് ഞാൻ കൊടുക്കണത്. അപ്പോൾ ഗൈസ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു 100 സബ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചതാ ഗൈസ്. ഇത് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരു 20-21 ആൾക്കാരെയൊക്കെ കാണുള്ളൂ. ചിലത് 40 വരെ കയറിയിട്ടില്ല. എന്തായാലും നിങ്ങളൊരു 40 അല്ലേ, ആ 40 ആൾക്കാരൊന്ന് സബ് ചെയ്യും ഗൈസ്. ആ 40 ആൾക്കാർ ഒന്ന് സബ് ചെയ്യാൻ നോക്കിട്ടോ ഗൈസ്. എന്താ വെച്ചാൽ നമുക്കിനി ലൈവ് വീഡിയോസൊക്കെ ഇടണമെങ്കിൽ ഒരു 50 സബിൻ്റെ മേലെ വേണം. അപ്പോൾ നമുക്ക് 50 സബിൻ്റെ മേലെ ഉണ്ടാക്കണം. ഇപ്പം നമ്മളിത് ഓൾറെഡി 41 ആയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും സബ് ചെയ്യാൻ നോക്കിട്ടോ. എന്താ വെച്ചാൽ നമുക്കിനി ഒരു K അടിക്കണേ. നമുക്ക് 1K അടിച്ചു കഴിഞ്ഞാൽ മെഗാ ഗീവ് ഉണ്ടാവും. മെഗാന്ന് വെച്ചാൽ അമ്മാതിരി കുറേ ഒരു ലോഡ് ഗീവ് കാർസൊക്കെ ഉണ്ടാവും ഗൈസ്. ഞാൻ എന്താ നോക്കണേ വെച്ചാലേ നമ്മൾ ഈ വണ്ടി ഈ സാധനത്തുമ്മ കയറുമോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുക. പക്ഷേ കയറുന്നില്ല കേട്ടോ ഗൈസ്. ഈ ബാക്കിലുള്ള ആ ലോഡും കൊണ്ട് പോകാൻ കഴിയുമെന്ന് നോക്കിയായിരുന്നു ഗൈസ്, പക്ഷെ കയറുന്നില്ല. എന്തായാലും ഈ വണ്ടി സീനാണ് ഗൈസ്. എന്താ വെച്ചാൽ ഇതിൻ്റെ ബോണറ്റൊക്കെ സെറ്റാണ്. ബോണറ്റൊക്കെ കണ്ടില്ല ഗൈസ്. എന്തത് ഇലക്ട്രിക് വയേഴ്സൊക്കെ അല്ലേ ഗൈസ്. എന്തൊക്കെയാ അതിലുള്ളത്. വണ്ടി ഫുള്ള് സീനായത്. ഇനി നമുക്ക് ഇതിനും അടിപൊളിയാക്കി സീനാക്കണം വണ്ടി. ഇപ്പോൾ തന്നെ അടിപൊളിയാണ്. നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്. എന്താ വെച്ചാൽ ഇതുവരെയുള്ള ട്രക്കിനെക്കാട്ടിനും അടിപൊളി. എന്താ വെച്ചാൽ ഇതിനെ അടിപൊളിയാക്കണം. എന്താ വെച്ചാൽ ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട്. അതാണ് ഇതിനെ അത്ര അടിപൊളിയാക്കണത്. പിന്നെ ഗൈസ് നമ്മൾ എല്ലാവരും മറക്കല്ലോ.
സബ് ചെയ്യണം എല്ലാവരും, കാണുന്ന എല്ലാവരും സബ് ചെയ്യാൻ നോക്ക്, മാക്സിമം സബ് ചെയ്യാൻ നോക്ക് ഗൈസ്. പ്ലീസ് മാക്സിമം സബ് ചെയ്തോ ഗൈസ്. പക്ഷെ നമ്മളെ ഈ വണ്ടി എന്തായാലും നല്ല ഹൈറ്റ് ഉണ്ട്. കണ്ടില്ലേ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ ശരീരത ഇത്രയേ ഉള്ളൂ. നല്ല ഹൈറ്റ് ഉണ്ട് ഗൈസ്, നല്ല ഹൈറ്റ് ഉണ്ട്. ഏതാ ക്ലാപ്പിൻ്റെ ഇങ്ങോട്ട്. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് അപ്പം നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകട്ടോ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഒക്കെ ന്യൂ സ്ഥലത്തേക്ക് നിങ്ങളൊരു 5 കമൻറ്റും ഒരു 10 ലൈക്കൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ഞാൻ ന്യൂ സ്ഥലങ്ങളില്ലേ, പുതിയ അപ്ഡേറ്റ് വന്ന പുതിയ സ്ഥലങ്ങൾ അങ്ങോട്ടൊക്കെ നമുക്ക് പോണ വീഡിയോസൊക്കെ എടുക്കണം. പിന്നെന്താ വെച്ചാൽ നമ്മളെ മച്ചാൻ ചിലപ്പം ഈ പുറം രാജ്യത്തേക്കൊക്കെ പോകേണ്ടതൊക്കെ പറയണ്ട. അപ്പം നമുക്ക് കൊണ്ടുപോയി വിടണ ഒരു വീഡിയോ ഒക്കെ ഇടണം. എന്നുവെച്ചാൽ ഗെയിമിലിട്ടോ ഗൈസ്, ഗെയിമിൽ നമ്മളെ വിമാനത്താവളത്ത് ഒന്ന് കൊണ്ടുപോയി വിടണൊക്കെ വീഡിയോസൊക്കെ വെറുതെ രസമല്ല. അപ്പം എന്തായാലും അപ്പം നമുക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ വെറുതെ നിൽക്കണ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവരും അയച്ചു കൊടുക്കണം കേട്ടോ പ്ലീസ്. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കാർസൊക്കെ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം വന്നിട്ട് എന്നെ ഒന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. സബ്സ്ക്രൈബറാണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കാറ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ തരാം. കാർസ് കിട്ടോ, സ്റ്റിക്കർ വർക്ക് ചെയ്ത കാർസൊക്കെ ഭാഗ്യം പോലെ കിട്ടുള്ളൂ. എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ എപ്പോഴൊന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ സെല്ല് ചെയ്യണമുണ്ട്. അപ്പം എപ്പോഴൊന്നും സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത കാർസൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. സ്റ്റിക്കർ വർക്ക് ചെയ്ത കാർസൊന്നും അധികം ഉണ്ടാവില്ല. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇത് ഏത് സ്ഥലം വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്, ഇത് നമ്മളെ സെയിലിൻ്റെ പ്ലേസ് ആണ്. അപ്പോൾ ഗൈസ് ഇനി മുതൽ ഈ ഗീവ് ഒക്കെ വെക്കുമ്പോൾ ലൈവായിട്ട് ഗീവ് വെക്കുമ്പോൾ എല്ലാവരും സബ് ചെയ്യും. എന്നാൽ നമുക്ക് ഗീവ് 50 സബ്ബായാൽ ഗീവ് വെക്കാം. എന്നിട്ട് വെക്കുമ്പോൾ ഇവിടുന്നായിരിക്കും നമ്മൾ കാർസൊക്കെ 1 റുപ്പിക്കൊക്കെ സെയിൽ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പം ബൈ.